ഇപ്പോൾ €1 = 92 റുപ്പീസ് എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. കൺവേർട്ട് ചെയ്ത് നോക്കേണ്ട കാര്യം. അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിള്ളേർക്ക് വേണ്ടിയുള്ള മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കൊണ്ടുവന്നിട്ട് അത് അവിടെ ഉപയോഗം ഇല്ലാതിരുന്ന അതിന്റെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു കുക്കറും വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അല്ല, ശരിക്കും പറഞ്ഞ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഡേയിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബുക്ക് വരും. ആ ബുക്ക് തന്നെ ഞാൻ എഴുതി തീർത്തിട്ടില്ല. പിന്നെ എനിക്ക് പറ്റിയ വേറൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ വരുമ്പം കോയിൻ കരുതുക, €1 കോയിനായിട്ട്. കാരണം ചില എക്സ്ട്രാ ചിലവ് ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുമായിരുന്നു. അപ്പൊ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. അപ്പം ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീവൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ജർമ്മനിയിലെ ലാൻഡ്ഫിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. ഹലോ ഗൈസ്, എൻ്റെ പേര് ശിവപ്രിയ. ഞാൻ ജീവൻ്റെ ക്ലാസ്മേറ്റ് ആണ്. നാട് കോട്ടയം. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിലേക്ക് ഈ ഒരു വിൻ്റർ ടൈമിൽ വരുന്ന സ്റ്റുഡൻസിന് ഉപകരിക്കുന്ന ഒരു രീതിയിൽ അല്ല എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് കൊണ്ടുവരാം. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ആണ്. അപ്പം ഫ്ലൈറ്റ് ഇപ്പം എന്താ പറയുക, ഇപ്പം മ്യൂണിക്കിനടുത്തുള്ള ഒരാൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഫ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല. അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് IC എടുത്തിട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പം കൊച്ചിയിൽ ആലുവയിലുള്ള ഒരു ആൾക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കാതെ ബാംഗ്ലൂർ വരെ പോയിട്ട് കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി ബാംഗ്ലൂർ വരെ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെയും വരും. അത് ശിവപ്രിയക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. എനിക്ക് കിട്ടിയത് ലാൻഡ്സൂട്ടിലാണ്. അപ്പോൾ ലാൻഡ്സൂട്ടിൻ്റെ അടുത്തുള്ളത് മ്യൂണിക് എയർപോർട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇവൻ പറയുന്ന പോലെ കൊച്ചിയിൽ നിന്ന് ഒരു ബാംഗ്ലൂർ പോണ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ലഗേജും കുറേ ഉണ്ട്, ഒരു 3 പെട്ടിയോളം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പെട്ടിയെല്ലാം ചുമന്ന് ആദ്യം ഞാൻ ആഹേനിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ IC എടുത്ത് ഞാൻ ലാൻഡ്സൂട്ടിലേക്ക് വരുന്നു. നല്ല ട്രാവലും ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് വരുന്ന ഒരിത്, നമ്മളെ സഹായിക്കാനും അത്ര ആൾക്കാരൊന്നുമില്ല. നമുക്കിവിടെ അധികം ആൾക്കാരെ അറിയില്ല. പിന്നെ അതുപോലെ ഈ പെട്ടിയെല്ലാം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം. പിന്നെ അതുപോലെ എക്സ്പെൻസ്, ICയിലൊക്കെ നല്ല ടിക്കറ്റിനൊക്കെ നല്ല ചാർജ് ഉണ്ട്. അപ്പം വേറൊരു എക്സ്ട്രാ ചിലവ് ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പം ഇനി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ മേജറായിട്ട് നോക്കേണ്ട കാര്യം, നമുക്ക് എവിടെയാണോ അടുത്തുള്ള എയർപോർട്ട് അവിടേക്ക് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് പെട്ടി എപ്പോഴും തുണിയുടെ പെട്ടി ഒഴിവാക്കിയിട്ട് മറ്റേ ഫൈബർ അല്ലേ, ഫൈബറിന്റെ പെട്ടി ഒരു 3 അല്ലെ 2 ആ ഒരു രീതിയിൽ കോംബോ ആയിട്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന, ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന രീതിയിൽ അത് വാങ്ങിക്കുക. ഓവറായിട്ട് ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ലൈക്ക് ഇപ്പം ടോമി ഹിൽഫിഗറിന്റെ ഒക്കെ 10,000 രൂപയുടെ ഒക്കെ പെട്ടികളിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. നോർമലായിട്ട് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെട്ടിയുടെ കാര്യമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അത് ഡബിൾ റാപ്പ് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട്. കാരണം എയർപോർട്ടിൽ അവർ നമ്മുടെ പെട്ടി ലഗേജിലേക്ക് പോകുമ്പം എടുത്ത് എറിയായിരിക്കും ചെയ്യുന്നത്. അപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾ റാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല സേഫ്റ്റി ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ എനിക്ക് പറ്റിയ വേറൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ വരുമ്പം കോയിൻ കരുതുക, €1 കോയിനായിട്ട്. കാരണം ചില സമയത്ത് നമ്മൾ ട്രോളി എടുക്കുമ്പോൾ പൈസ ഇട്ടെടുക്കേണ്ടി വരും ചില എയർപോർട്ടിൽ. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ആയിട്ടാണ് യൂറോയിലാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ കോയിൻ തപ്പി നടക്കേണ്ടി വരും. അപ്പം €1 അങ്ങനെ എന്തെങ്കിലും €1 ആയിട്ട് 1-2. പക്ഷെ അത് ആക്ച്വലി അത് നമ്മളിപ്പോൾ എക്സ്ചേഞ്ചിലൊക്കെ ചെല്ലുമ്പം അങ്ങനെ അവര് തരാൻ ഭയങ്കര റെയർ ആണ് അവര് തരുന്നത്. ഇൻ കേസ് അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുവരിക. നിങ്ങളുടെ കയ്യിൽ കോയിൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം എൻ്റെ കയ്യിൽ കോയിൻ ഇല്ലായിരുന്നു. ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് കോയിൻ ഇട്ടിട്ട് ട്രോളി എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് ചോദിച്ച് നടക്കേണ്ടതായിട്ട് വന്നു. വരുന്ന ടൈമല്ലേ, ലാംഗ്വേജിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സ്ട്രേഞ്ചേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് €1 കോയിൻ എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, ഞങ്ങൾ ജാക്കറ്റ്സിലേക്ക് തിരിച്ചു വന്നേക്കുവാണ്. ഇവിടെ ഇപ്പം കറൻ്റ്ലി ഓട്ടം സീസൺ ആണെങ്കിൽ പോലും ഇപ്പം കറൻ്റ്ലി 8 ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത്. 8 ഡിഗ്രി ആണെങ്കിലും ഒരു ഫീൽസ് ലൈക്ക് 6 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇവിടെ ഇപ്പോൾ തണുപ്പ് ഉള്ളത്.
പാക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നല്ലൊരു വിന്റർ ജാക്കറ്റ് ആണ്. വേണം. അതെ അതെ, കാരണം ഇവിടെ ഇപ്പം മഴയാണെങ്കിൽ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റണം. അതായത് മൾട്ടിപർപ്പസ് ജാക്കറ്റ് പോലെ നിങ്ങൾക്ക് റെയിൻ ഉള്ളപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതും സ്നോ ഉള്ളപ്പോഴും തണുപ്പുള്ളപ്പോഴും, അതായത് എല്ലാം ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ എല്ലാ സീസണിന്റെ കൂടെ ഇടയ്ക്ക് ഒരു റെയിൻ ഉള്ളതാ. അതെ, അപ്പൊ നമുക്ക് ആ ജാക്കറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് ഉപകരിക്കും. പിന്നെ ക്യാപ്പ് നോക്കി മേടിക്കുക, ജാക്കറ്റിന്റെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഹുഡി ഉള്ള ജാക്കറ്റ് ആയിരിക്കും ഇമ്പോർട്ടന്റ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ഒരാൾക്ക് ഒരു 2 ജാക്കറ്റ് എങ്കിലും വേണം. ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് 2 ജാക്കറ്റ് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇപ്പൊ ഇവള് പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹുഡൊക്കെ ഉള്ള നല്ല -10 ഒക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ജാക്കറ്റ് മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലത്തെ ഇതുണ്ട്, ഇത് ഭയങ്കര നൈസ് ജാക്കറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ ജാക്കറ്റ് ഇട്ട് ശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ നെക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. കാരണം നമ്മൾ എപ്പോഴും ഈ വെയിറ്റ് ഇട്ടുണ്ടല്ലേ നടക്കുന്നത്. അപ്പം ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല ഉപയോഗമായിരിക്കും. അതും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കൂടി പോയി ഒരു 2 ജാക്കറ്റ് അതേ കൂടുതൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാം. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഇതുമായിട്ട് നമുക്ക് ഇവിടുത്തെ എല്ലാ സ്റ്റോറുകളിലും നല്ല നല്ല ജാക്കറ്റ് ഒക്കെ കിട്ടും. അപ്പം ലഗേജും കൂട്ടണ്ട, അത്യാവശ്യം വന്ന ടൈമിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു 2 ജാക്കറ്റ് കൊണ്ടുവരാം. അതെ അതെ. പിന്നെ ഇപ്പം വിന്ററിന്റേതായിട്ട് പറയുവാണെങ്കിൽ മറ്റേ ഒരു രണ്ട് ജോഡിയോ അല്ലെങ്കിൽ 3 ജോഡി അതെ തെർമൽസ് മസ്റ്റ് ആണ്. നിങ്ങൾ ഷോപ്പിൽ എടുക്കാൻ പോകുമ്പോൾ ഇപ്പൊ അവര് നിങ്ങളോട് മിസ്ലീഡ് ചെയ്യായിരിക്കും. 3-4 ജർമ്മനിയിലോട്ടല്ലേ ഒരു 5 എണ്ണം ഇരിക്കട്ടെ എന്നൊക്കെ പറയുമ്പം അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു 3 മാക്സിമം 3 മേളിൽ തെർമൽ സെറ്റ് കൊണ്ടുവരേണ്ട കാര്യമില്ല. തെർമൽ സെറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ സൈസിന്റെ ഒരു താഴെ എടുക്കുക. ഇപ്പൊ മീഡിയം സൈസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു സ്മോൾ എടുക്കുക. കാരണം അത് അത്ര ടൈറ്റ് ആയിട്ട് നമ്മുടെ ബോഡിനോട് കിടക്കണം. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല വാമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ജാക്കറ്റ് എടുക്കുമ്പോൾ ഒരു -15 ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു ജാക്കറ്റ് എടുക്കുന്നു വിചാരിക്കുക. നിങ്ങൾ ഈ തെർമലും അല്ലെങ്കിൽ ഉള്ളില് പ്രോപ്പറായിട്ട് ലെയർ ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണേലും തണുക്കും. അതെ, അതുപോലെ തെർമൽസ് മാൻഡേറ്ററി ആണ്. അത് ഇടണം. നമ്മുടെ ബോഡി കംഫർട്ടിന് അത് എന്തായാലും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മിനിമം ഒരു 2 ജോഡി, മാക്സിമം ഒരു 3 ജോഡി, അതിൽ കൂടുതൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതെ. പിന്നെ നിങ്ങൾക്ക് ഒരു വിന്റർ ക്യാപ്പ് എടുക്കാം. വിന്റർ ക്യാപ്പ് ഇതല്ല, ഇതുപോലത്തെ അല്ലാത്ത നമ്മുടെ ചെവി പോലെ അല്ലെങ്കിൽ ചെവി എല്ലാം മൂടി നിൽക്കുന്ന ഒരു വാം തരുന്ന ഒരെണ്ണം എടുക്കാം. ഗ്ലൗസ്, അത്യാവശ്യം നല്ലൊരു ഗ്ലൗ എടുക്കണം. കാരണം കൈയൊക്കെ നല്ല രീതിക്ക് ഗ്ലൗസ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഗ്ലൗസും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ മഞ്ഞൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് അലുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് കയറും. അപ്പം ഒന്ന് വാട്ടർ പ്രൂഫ് അല്ലാത്ത ഒരു നോർമൽ തുണിയുടെ ഒരു ഗ്ലൗസ് എടുക്കണം. പിന്നെ ഒരെണ്ണം വാട്ടർ പ്രൂഫ് ഉള്ള എടുക്കണം. അറ്റ്ലീസ്റ്റ് 2 ഗ്ലൗസ് എനിക്ക് തോന്നുന്ന നല്ല രീതിയിൽ വിന്റർ വരുമ്പം 2 ഗ്ലൗസ് എങ്കിലും ഇടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ 2 ഗ്ലൗസ് എടുക്കണം. പിന്നെ വുളൻ സോക്സും നോർമൽ സോക്സും എടുത്തോ. പിന്നെ ഒരുപാടൊന്നും വലിച്ചു വാരി സോക്സ് ഒന്നും എടുത്തിട്ട് വരേണ്ട കാര്യമില്ല. ഇവിടെ നിസ്സാര പൈസക്ക് ഇവിടുന്ന് സാധനം കിട്ടും. പിന്നെ ഷൂസ് എടുക്കുമ്പം എന്താ പറയാ, നിങ്ങൾക്ക് കംഫർട്ടുള്ള ഒരു നല്ല ഷൂ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരിക. പിന്നെ വിന്ററിന്റെ ഷൂ ഇവിടുന്ന് മേടിക്കണമായിരിക്കും. വിന്ററിന്റെ ഷൂ ഇവിടുന്ന് തന്നെ മേടിക്കണമായിരിക്കും നല്ലത്. കാരണം മഞ്ഞ് ഉരുകാൻ നേരത്ത് നമുക്ക് ഇത്തിരി സ്ലിപ്പറി ആയിരിക്കും റോഡൊക്കെ. അപ്പം അതിന് നമുക്ക് തെന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിന്റർ ഷൂ അത്യാവശ്യം ഇവിടെ വന്നിട്ട് മേടിക്കുന്നതായിരിക്കും. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചിട്ട് വരുമ്പോൾ ആ സാധനത്തിന് വെയിറ്റ് ആയിരിക്കും. മിനിമം 1 കിലോ എങ്കിലും അടുത്ത് വെയിറ്റ് വരും. അപ്പൊ കിട്ടുന്നതിലും നല്ല സാധനം ഇവിടെ തന്നെ കിട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ എന്താ വിന്ററിന്റേതായിട്ട് പറയണമെങ്കിൽ ഇതുപോലത്തെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലത്തെ ഒരു ടർട്ടിൽ നെക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ടർട്ടിൽ നെക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റേ സ്കാർഫോ അല്ലെങ്കിൽ ഷോളോ. കാരണം നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മളുടെ കഴുത്തില് തണുപ്പടിച്ചിട്ട് നമുക്ക് തൊണ്ടവേദനയും കാര്യങ്ങളും ചുമയൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഒരു ടർട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് കൂടുതൽ എടുക്കണം എന്നല്ല പറയുന്നത്, നമുക്ക് സർവൈവ് ചെയ്യാനുള്ളത് അത്യാവശ്യം 1-2 അത്രയും നമ്മളിപ്പോൾ കൊണ്ടുവരിക. ബാക്കി നമ്മളിവിടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ഇവിടുത്തെ ഷോപ്പിൽ പോയി വാങ്ങാവുന്നതേ ഉള്ളൂ. അതെ, ഇവിടെ ഇപ്പൊ ആമസോണിലാണെങ്കിലും ഇപ്പൊ സിയാന്റെ H&M ഒക്കെ ആണെങ്കിലും നമുക്ക് നിസ്സാരം വലിയ ഓവർ പ്രൈസിലൊന്നും അല്ല, നമുക്കൊരു സാധാരണ പ്രൈസിന് നമുക്ക് ഇതൊക്കെ സാധനം ഇവിടുന്ന് മേടിക്കാൻ പറ്റും. പിന്നെ മേടിക്കാന്ന് പറഞ്ഞാൽ ടീഷർട്ടൊക്കെ എടുക്കുമ്പം ഫുൾ സ്ലീവ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പൊ ഹാഫ് സ്ലീവ് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനോ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്
ഷർട്ടായാലും ടീഷർട്ട് ആയാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പെട്ടിയിൽ ഇടയുള്ള പോലെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഷർട്ട് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾക്കത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് പോകുന്നു. അല്ലാതെ ഇങ്ങോട്ട് ജർമ്മനിയിലോട്ട് അടുത്ത സമ്മറിലേക്ക് ഇടാൻ വേണ്ടി ഒരുപാട് ഷർട്ടുകൾ എടുത്തുകൊണ്ട് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. പിന്നെ ഇപ്പം വിൻ്ററിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിൽ കൂടുതൽ വിൻ്റർ ഫോക്കസ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. സമ്മറിലെ സാധനങ്ങൾക്ക് നമുക്കിനി മേടിക്കാൻ ടൈമുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിൻ്ററിൻ്റെ ടൈമിൽ സമ്മറിൻ്റെ സാധനത്തിന് വില കുറയും. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കുറച്ച് പൈസ കുറവിന് മേടിക്കാനായിട്ട് പറ്റും. അപ്പം കൂടുതൽ നമുക്ക് വിൻ്ററിലേക്കുള്ള സാധനങ്ങൾ ഇപ്പം നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക, സമ്മർ ഫോക്കസ് ചെയ്യാണ്ട്. പിന്നെ ഡ്രസ് ഐറ്റംസിൽ നമുക്ക് പറയാനാണെങ്കിൽ ഒരു എത്നിക് വെയർ, അതെ എത്നിക് വെയർ, മുണ്ടും ഷർട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഷർട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മാൻഡേറ്ററി അല്ല, കാരണം നമുക്ക് ഇവിടെ എന്തായാലും ഒരു ഓണം സെലിബ്രേഷനോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും ഒരു വിഷു നമുക്ക് ഇടാൻ വേണ്ടി, അപ്പൊ നമുക്ക് നമ്മുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിന് പോകുമ്പോൾ നമ്മുടേതായ ഒരു ട്രഡീഷണൽ വെയർ ഇടണം എങ്കിൽ അതൊരെണ്ണം കൊണ്ടുവരാം. ഇത് മാൻഡേറ്ററി അല്ല, പക്ഷെ നമ്മള് ബാക്കിയുള്ളവർ ഇടുമ്പോ അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ. അതെ. പിന്നെ ഇപ്പം വിന്റർ ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വലിയ ബ്ലാങ്കറ്റ് ഒന്നും എടുത്തിട്ട് വരേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഇത്രയും വലിയ ബ്ലാങ്കറ്റും കൊണ്ട് വരുമ്പം അതിനൊരു വെയിറ്റ് വരും, അതിന് സ്പേസ് വേണം, അധികം കട്ടിയില്ലാത്ത ഒരു സാധനം. പിന്നെ ഞാൻ പറയട്ടെ, എല്ലാവരും പറയുന്ന പോലെ ഈ വിന്ററിൽ നമ്മുടെ റൂമിൽ എന്താണെങ്കിലും ഹീറ്ററുണ്ട്. ഹീറ്റർ ഒരു 4 ഇട്ട് കഴിഞ്ഞാൽ റൂം നല്ലപോലെ ചൂടാകും. അപ്പോൾ പിന്നെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഈ വലിയ സാധനം, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ എൻ്റെ ഒരു വലിയ ക്വിൽട്ടുണ്ട്, ഹെവി സാധനമാണ്. അതിട്ട് കിടന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ ഉള്ളിൽ വേർക്കുക. ഇതൊക്കെ ഇടുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അതായത് ബോഡിയിലെ ആ ഒരു വാട്ടർ കണ്ടന്റും കൂടെ വലിച്ചെടുക്കുന്ന പോലെ. അതെ. പിന്നെന്താ അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ്. ഒരു 2 ബെഡ്ഷീറ്റ് എങ്കിലും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് പില്ലോ കവർ ഒരു 2 എണ്ണം, പിന്നെ ബാത്തിങ് ടവല്, പിന്നെ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നവര് അതും 2-3 മാക്സിമം കൊണ്ടുവരാം. അതെ. വേറെ ഈ ക്ലോത്ത് ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. പിന്നെ ഇപ്പൊ ഈ ജീൻസ്, അത് നമ്മൾ പറഞ്ഞില്ല. ജീൻസ്, പാന്റ് അല്ലെങ്കിൽ എന്താ ടോപ്പുകള്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ അതനുസരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അതിപ്പം വീട്ടിലിടാനും നൈറ്റ് ഡ്രസ്സും അതും ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ എന്താണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവന്നോ. അല്ലാതെ ജർമ്മനിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഷർട്ട് ഇട്ട് നടക്കണോ, ഷർട്ട് ഇട്ട് നടക്കാം. പക്ഷെ ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പം ഷർട്ട് ഇട്ട് നടക്കാവുന്നത് പോസിബിൾ അല്ല. അങ്ങനെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് മാറണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ലഗേജ് നോക്കിയിട്ട്. പക്ഷെ ഇവിടെ വാങ്ങാൻ കിട്ടും നമുക്ക്. ഇപ്പൊ വെറുതെ നമ്മൾ അവിടുന്ന് ഈ ലഗേജ് എടുത്തോണ്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് വന്ന് ഒന്ന് സെറ്റായി പരിചയമൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഷോപ്പിൽ പോയി വാങ്ങാവുന്നതേ ഉള്ളൂ. അതെ. ഒരുപാട് ഓഫറുകളൊക്കെ എല്ലാ ഷോപ്പിലും കാണാറുണ്ട്. ഇപ്പൊ H&Mലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോ പോയാലും ഒരു മൂലയ്ക്ക് ഓഫറിൽ അവർ സാധനം ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താ അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത്. അതില് ഫോണ്, ലാപ്ടോപ്പ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളാണ്. അതിന് പുറമെ നിങ്ങൾ എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാവൽ അഡാപ്റ്റർ, യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ നിങ്ങൾക്ക് ഒരു 2 എണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടതാണ്. താടി ട്രിം ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ട്രിമ്മർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ, പിന്നെ ഇപ്പം ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാൻഡേറ്ററി അല്ല, ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരാം. സ്ട്രെയിറ്റ്നർ, ഹെയർ ഡ്രയർ അങ്ങനെ കൊണ്ടുവരാം. ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പം വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇവിടെ വന്ന് മേടിക്കാനേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണോ നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ്, അത് കൊണ്ടുവരാനായിട്ട് നോക്കുക. എക്സ്റ്റൻഷൻ ബോർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, ഇല്ലെങ്കിലും ഇവിടെ കിട്ടും. വലിയ പൈസയൊന്നുമില്ല. അതെ. ഇലക്ട്രോണിക് ഐറ്റംസിൽ വേറെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെറ്റിൽ ഇലക്ട്രോണിക് ഐറ്റംസിലല്ലേ വരുന്നത്. പക്ഷെ കെറ്റില് ഇവിടുന്ന് മേടിച്ചാലും മതി.
അതെ. പിന്നെ ഇപ്പം നമ്മൾ സ്റ്റുഡന്റ് ഹോമിലാണ് നിൽക്കുന്നത്, നമുക്ക് കെറ്റിലിന്റെ ആവശ്യമൊന്നും അധികം വരുന്നില്ല. കിച്ചണിൽ എല്ലാം നമുക്കുണ്ട്. അപ്പം ഇനി കിച്ചൺ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം റൂമിൻ്റെ അകത്ത് ഇപ്പം കിച്ചണിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ റൂമിൽ തന്നെ ഒരു ചായ ഇടണം അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം വേണം എന്നൊരവസ്ഥയാണെങ്കിൽ കെറ്റിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. കാരണം തണുപ്പും കൂടിയല്ലേ, അപ്പൊ കുറച്ച് തുമ്മല് ഇപ്പം ക്ലൈമറ്റ് പെട്ടെന്ന് മാറുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ജലദോഷമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവി പിടിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതൊരെണ്ണം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. കാരണം പെട്ടെന്ന് ക്ലൈമറ്റ് മാറുക. അപ്പം വരുമ്പം ഒരു റണ്ണിങ് നോസോ അല്ലെങ്കിൽ ഒരു തുമ്മലോ ജലദോഷം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവി പിടിക്കണമെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാപ്ടോപ്പ്, ഫോണ്, ബാക്കി നിങ്ങൾ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക്, പിന്നെ ഇയർബഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇയർബഡ്സ് വെച്ച് തന്നെ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലെ ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ ഒന്നും ഇല്ല ഇവിടെ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് നാട്ടിൽ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ ബസ്സിൽ നമുക്ക് നടക്കാം. അല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് സംസാരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഫോൺ എങ്ങനെയാണോ സംസാരിക്കാം. ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇവര് നല്ല സേഫ്റ്റി തരുന്നുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലേക്ക് പോകുക. അതെ, ഇപ്പൊ നിങ്ങൾ ബസ്സിൽ ഇരുന്നിട്ട് ഓവറായിട്ട് റീൽസും കണ്ട് ലൈക്ക് നല്ല ഒച്ചത്തില് പാട്ടും വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് റിയാക്ട് ചെയ്യുമായിരിക്കും. അതല്ലാതെ നിങ്ങളൊരു മയത്തില് നിങ്ങള് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കുറച്ച് പാത്രങ്ങള് അല്ലെങ്കിൽ യൂട്ടൻസിൽസിനെ കുറിച്ച് പറയാം. കുക്കറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു കുക്കറും വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അല്ല, ശരിക്കും പറഞ്ഞ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. കുക്കർ കിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിലത്തെ അത്ര കുക്കർ അല്ല, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇവിടെ മറ്റേ റൈസ് കുക്കർ അല്ലേ കിട്ടുന്നത്, ഇലക്ട്രിക്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ബാക്കി കറികളോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഒരു ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ നാട്ടിലെ കുക്കർ ഇൻഡക്ഷൻ ബേസ്, എന്ത് പാത്രം മേടിച്ചാലും ഇൻഡക്ഷൻ ബേസ് മേടിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഏജൻസിക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമായിരിക്കും ഇവിടെ കല്ലാണ്, എന്തൊരു നിന്റെ കിച്ചണിൽ അതുപോലത്തെ സാധനമല്ലേ, എന്തൊരു കല്ലിന്റെ ഒരു സാധനം. പക്ഷെ എന്നിരുന്നാലും അതിലാണേലും ഇൻഡക്ഷൻ ബേസ്ഡാ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും ഇൻഡക്ഷൻ ബേസ്ഡ് തന്നെ മേടിക്കണം. പിന്നെ കുക്കർ പറഞ്ഞു, കുക്കർ ഒരു 3 ലിറ്റർ ടു 5 ലിറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് അതിൽ തന്നെ ഒരു കറിയും വെക്കാം, ചോറും വെക്കാം. ഞാൻ കുക്കറിൽ തന്നെ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ ഒരു ഐറ്റാ കുക്കർ. അപ്പൊ കുക്കർ എന്തായാലും കൊണ്ടുവരാം, നമ്മുടെ വർക്കും ഭയങ്കര എളുപ്പമായിരിക്കും കുക്കർ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു ഫ്രൈങ് പാൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള എടുക്കുവാണ്. അതായത് ദോശ ചുടാനും അല്ലെ ചപ്പാത്തി ഉണ്ടാക്കാനും തോരനോ അല്ലെങ്കിൽ മെഴുക്കുരട്ടിക്കോ രണ്ടും ഒരു പാനിൽ തന്നെ പറ്റുന്ന ഒരെണ്ണം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനം, അധികം വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഇൻഡക്ഷൻ ബേസ്ഡ് സാധനങ്ങൾ കിട്ടും. വെയിറ്റ് കൂടിയ സാധനങ്ങൾ കൊണ്ടുവരുന്നതിലും ഇത്തിരി വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനം കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ നല്ലത്. പിന്നെ ഒരു ചായപാത്രം, ഒരു സോസ് പാന്, പിന്നെ ചായ അരിക്കാനുള്ളത് ഒരു കപ്പ്, പിന്നെ ഇപ്പം നിങ്ങൾക്ക് അരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ മറ്റേ ചോറ് വാർക്കാനുള്ള മറ്റേ സ്റ്റെയിനർ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇവിടെ വൂൾവർത്തിൽ 4 യൂറോയ്ക്ക് സാധനം കിട്ടും. ആക്ഷനിലും ഉണ്ടെന്ന് തോന്നുന്നു. ആക്ഷനിലും വൂൾവർത്ത് അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. ഈ കിച്ചൺ ഐറ്റംസും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന കുറച്ച് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഇതൊക്കെ കിട്ടും. എങ്ങാനും നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും ഇവിടെ വന്നാൽ നമുക്ക് പിന്നെ ഈ എല്ലാ സിറ്റികളിലും 1 യൂറോ ഷോപ്പുകളൊക്കെ ഉണ്ട്. യൂറോ ഷോപ്പ്, അവിടെ 1 യൂറോ 2 യൂറോ റേഞ്ചിൽ നമുക്ക് സ്പൂണ്, കിച്ചൺ ഐറ്റംസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നിസ്സാര പൈസക്ക് 1 യൂറോ 2 യൂറോയ്ക്കൊക്കെ എല്ലാം കിട്ടും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസ് കട്ടറോ അല്ലെങ്കിൽ ഒരു മരത്തവിയോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന നല്ല കാര്യങ്ങള്. അതൊന്നും നമുക്ക് അത്ര വെയിറ്റ് ഉള്ള സാധനങ്ങളല്ലല്ലോ. അതൊക്കെ നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഡബ്ബുകള് നമുക്ക് ഇവിടെ നിസാര പൈസക്ക് മേടിക്കാൻ കിട്ടും.
അല്ലേ? കുഞ്ഞു കുഞ്ഞു ഡബ്ബകൾ പല പല നീളത്തിലുള്ളതൊക്കെ കിട്ടും. അപ്പൊ അത് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട, അതൊക്കെ ഇവിടെ വന്ന് മേടിക്കാന്നേ ഉള്ളൂ. ഇപ്പൊ പൊടി ഐറ്റംസ് കൊണ്ടുവരുന്ന പാക്കിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് അത് വേറെ ഡബ്ബയിലേക്ക് ഇവിടെ മാറ്റാനാണെങ്കിൽ ഇവിടുന്ന് ആക്ഷനിന്നോ വൂൾവർത്തിന്നോ ഡബ്ബകൾ മേടിച്ചിട്ട് പൊടി ഐറ്റംസ് അതിലേക്ക് മാറ്റി വെച്ചാൽ ഒരു 5 ഡബ്ബയ്ക്ക് €2 €3 അത്രയാവുന്നുള്ളൂ. എന്തായാലും നമ്മളൊരു പുതിയൊരു വീട്ടിലേക്ക് മാറുമ്പോൾ നമുക്കൊരു ഇനിഷ്യൽ എക്സ്പെൻസ് ഉണ്ടാകും. അപ്പം അത് നാട്ടിൽ നിന്ന് എടുത്ത് ഇത്രയും കൊണ്ടുവരുന്നതിലും നല്ലത് ഇവിടെ തന്നെ പോയിട്ട് വാങ്ങുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ പാത്രങ്ങളുടെ ലിസ്റ്റില് പിന്നെ നിങ്ങൾക്ക് ഇപ്പം പ്ലേറ്റുകളൊക്കെ ഈ സെറാമിക് ഒന്നും സെറാമിക്കിന് വെയിറ്റ് അല്ലേ, അപ്പം സ്റ്റീൽ പ്ലേറ്റ്സ് 1-2 എണ്ണം കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾക്ക് സെറാമിക് വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. അതെ, ആക്ഷനിലൊക്കെ നല്ല വിലക്കുറവാ. അതെ, സെറാമിക് ഐറ്റംസ് ഒക്കെ വേണ്ട, അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവരിക. പിന്നെ ഞാൻ ഈ പറയുന്ന ഷോപ്പുകളുടെ പേരൊക്കെ ചിലപ്പോൾ ജർമ്മനി പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം കാണും. പക്ഷെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ആക്ഷൻ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ആക്ഷൻ കിട്ടും. പിന്നെന്താ, ഇനി ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പൊടി ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരിക. നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് മസാലാസ് വരുമ്പം നമുക്ക് കുറച്ച് മസാലാസ് ഒക്കെ കൊണ്ടുവരാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ വന്ന പാട് ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് കോഫി കുടിക്കുന്നവരാണെങ്കിൽ കോഫി പൗഡറോ ചായപ്പൊടിയോ പഞ്ചസാരയോ. പക്ഷെ ഈ പറയുന്ന പഞ്ചസാരയും പൊടികളും ഒക്കെ അധികം ഒന്നും എടുത്തിട്ട് വരണ്ട. ഇവിടെ വരുന്ന ഒരു 2 ദിവസത്തേക്ക്. പിന്നെ നമുക്ക് ഇവിടെ പോയിട്ട് ഉപ്പ്, പഞ്ചസാര എല്ലാം നമുക്ക് ഇവിടുന്ന് മേടിക്കാനേ ഉള്ളൂ. അതെ, ഈ ഉപ്പും പഞ്ചസാരയും ഒന്നും നാട്ടിൽ നിന്ന് ഒരുപാട് കിലോ കണക്കിനൊന്നും എടുത്ത് ഇപ്പൊ ഒരു കിലോ പഞ്ചസാര എടുത്തിട്ട് വരികയെന്ന് വിചാരിക്കാം. നമുക്കൊരു പെട്ടിയിൽ 30 കിലോ പറ്റത്തുള്ളെങ്കിൽ 1 കിലോ അങ്ങ് മാറുക. അപ്പൊ അത്യാവശ്യം ഒരു കുഞ്ഞു ഡബ്ബയിൽ കുറച്ച് പഞ്ചസാര, കുറച്ച് ചായപ്പൊടി. കാരണം നിങ്ങൾ വന്ന ടൈമിൽ നിങ്ങൾക്കൊന്ന് ഇപ്പൊ രാത്രിയിലാ വരുന്നെങ്കിൽ അന്നേരം ഒരു ചായ ഇട്ട് കുടിക്കാൻ തോന്നി അന്നേരം കുടിക്കാൻ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റൊന്ന് കുടിക്കാൻ, ആ ഒരു രീതിയിൽ മാത്രം കൊണ്ടുവരാം. അതുപോലെ തന്നെ പൊടി ഐറ്റംസ് ഇപ്പൊ അരിപ്പൊടി, മറ്റേ എന്താ പറയാ ഗോതമ്പ് പൊടി, പിന്നെ അരി, ഇതൊന്നും ഒത്തിരി ഒന്നും കൊണ്ടുവരരുത്. അരിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നാ ഞാൻ കൊണ്ടുവന്നായിരുന്നു. മറ്റേ മട്ടേരി ഏതാണ്ട് ഒരു 1/4 കിലോ 1/2 കിലോ എന്നാണ്ട് പക്ഷെ അത് നല്ലൊരു അബദ്ധം നമ്മൾ ചെയ്ത. അരി ഒരു 3 കിലോ എടുത്തോണ്ട് വന്നു, അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇവിടെ റവയിലും ലിഡിലൊക്കെ €1.5 ആണ് ഇവിടെ അരിയുടെ റേറ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന് ബോയിൽ റൈസ് തന്നെ ഇവിടെ കിട്ടുന്നത്. അപ്പൊ അരിയൊന്നും നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ വന്ന ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇപ്പം എന്താ ഒരു അവല് നനച്ചതോ അല്ലെങ്കിൽ ഒരു 2-3 മാഗി പാക്കറ്റ്സും ഒത്തിരി എടുത്തിട്ട് വരണ്ട. ഇവിടെ മാഗിയും കിട്ടും. അല്ല, മാഗിയുടെ പ്രൊഡക്ട്സ് ഇവിടെ ലിഡിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോമി ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ നൂഡിൽസ് ഐറ്റംസ് പലതരത്തിലുള്ളത് റവയിലും ലിഡിലും ഉണ്ട്. അതുകൊണ്ടും കൊണ്ടുവരേണ്ട കാര്യം. പിന്നെ ദിവസം കഴിക്കാനായിട്ട് ഒരു 1-2 മാഗി പാക്കറ്റ്, പിറ്റേ ദിവസം നമുക്ക് ഒരു 1-2 ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കടയിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ. അതെ, പിന്നെ എന്താ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പൈസ നാട്ടില് ഈ പാക്കിങ്ങിനും ഈ എന്താ പറയണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പൈസ കളയരുത്. ആ പൈസയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ബ്ലോക്ക്ഡ് എമൗണ്ട് അല്ലെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആയി ബ്ലോക്ക്ഡ് എമൗണ്ട് റിലീസ് ആവാനായിട്ട് ഒരു ടൈം എടുക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള പൈസയായിട്ട് ആ പൈസയും കൊണ്ട് വാ. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കുക. പൈസയിലുപരി നമ്മൾ ഇതൊക്കെ ചുമന്നോണ്ട് വരണ്ടേ. നമ്മൾ വിചാരിക്കുന്ന രീതിയൊന്നുമല്ല. നമ്മൾ ട്രെയിനിലും എല്ലാം, അതായത് ഇപ്പം എത്ര പോസിബിൾ ആകും ഒരു ടാക്സി വിളിക്കാനായിട്ട്. നമ്മൾ മിക്കവരും ട്രെയിനിലൊക്കെ തന്നെ ആയിരിക്കും എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വരിക. അപ്പൊ ചിലയിടത്താണെങ്കിൽ ഈ ലഗേജ് കയറ്റി, അതായത് എസ്കലേറ്റർ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറ്റിയൊക്കെ കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമുക്കൊക്കെ അത് ഒരുപാട് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ. അതിൽ നിന്ന് പറയാണ് ലഗേജ് മാക്സിമം നിങ്ങൾക്ക് അത്യാവശ്യം മാത്രം കൊണ്ടുപോകും. ഇവിടെ കിട്ടാത്തായിട്ട് ഒന്നും തന്നെ ഇല്ല. സത്യം, എല്ലാം കിട്ടും ഇവിടെ. പൊടി ഐറ്റംസ് ആണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുക, നിങ്ങളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു ബ്രാൻഡഡ് സാധനം കൊണ്ടുവന്നു വിചാരിക്കുക, ഈ സാധനത്തിന് ഒരു എക്സ്പയറി ഉണ്ട് ഇല്ലേ? അപ്പൊ അത് ഇച്ചിരി നാളെ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഞാൻ പറയട്ടെ, ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ നുള്ളല്ലേ ഇടുന്നത്. അപ്പം ഇതിന്റെ എക്സ്പയറി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത് എടുത്ത് കളയണം. 2-3 പാക്കറ്റ് മഞ്ഞൾപ്പൊടിയൊക്കെ അല്ലെങ്കിൽ മുളക് പൊടി
മറ്റു പൊടികളൊക്കെ ചിക്കൻ മസാലയൊക്കെ നമ്മൾ എന്തോരം ഇടുന്നുണ്ട് ഒരു കറിക്ക്. അപ്പൊ അതനുസരിച്ച് ഒരുപാടൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതൊക്കെ അതുപോലെ തന്നെ ഇത് വന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കൽ ഓപ്ഷൻ ഉണ്ടോ, നമ്മൾ ഇവിടെ ആയിട്ട് അഡാപ്റ്റ് ആവണം. അപ്പൊ ഇത് കിട്ടുന്ന ഇന്ത്യൻ സ്റ്റോറിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മസാലയായിട്ട് അഡാപ്റ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ മേടിക്കുക. അല്ലെങ്കിൽ ഈ റവയിലും ഇഡലിലും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നാട്ടിലെ തന്നെ വേണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ സ്റ്റോറുകളുണ്ട്. നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിരിക്കും കൂടുതൽ, എന്നാലും അവിടെ മുളക് പൊടി മഞ്ഞപ്പൊടി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം കറികളില് പച്ചമുളക് ഇടണം അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇടണമെങ്കിൽ നല്ല ഫ്രഷ് ഫ്രോസൺ സാധനങ്ങള് ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. അതെ, അതില്ലാണ്ടും നമ്മള് കറി വെക്കാറുണ്ട്. അതെ അതെ, ഇവിടെ വരുമ്പോ നമ്മള് ഫുഡ് കിട്ടിയാ നമുക്ക് അല്ലേ കിട്ടിയാ മതി. ഞങ്ങൾ ഇത് കുറയ്ക്കാം, അത് പറയാം. അല്ല, ഇന്ത്യന്ന് വരുമ്പോ ഈ സാധനങ്ങൾ കുറയ്ക്കാമെന്ന് പറയുമ്പോ നമ്മൾ എല്ലാ ദിവസവും ബർഗറും സാൻഡ്വിച്ചും അല്ലെങ്കിൽ അതും പിzzയും കഴിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ രീതികളുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവണം. കാരണം എപ്പോഴും നമുക്ക് ഈ കിലോ കണക്കിന് മഞ്ഞപ്പൊടി മുളക് പൊടി അതൊന്നും കൊണ്ടുവരുന്നത് പോസിബിൾ അല്ല. അപ്പം നമുക്ക് പറ്റുന്ന സർവൈവ് ചെയ്യാനായിട്ടുള്ളത് നമുക്കൊരു ഇതൊക്കെ എന്താണേലും നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ 3-4 മാസമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ സാധനങ്ങൾ മേടിച്ച് തുടങ്ങേണ്ടി വരും. പിന്നെ സർവൈവലിനുള്ള സാധനം മാത്രം കൊണ്ടുവരാം. പിന്നെ പിക്കിളാണെങ്കിൽ തന്നെ 1-2 അതെ, അതും ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. പിക്കിളും കിട്ടും, വലിയ പൈസയൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻ ആയിരിക്കും, പക്ഷെ നമ്മളതാ മേടിക്കുന്നത്. ഞങ്ങളത് മേടിച്ച് കഞ്ഞി കുടിക്കാനൊക്കെ നല്ല സുഖമാണ് പിക്കിള് വെച്ചിട്ട്. വലിയ പൈസന്റെ കൂടുതലൊന്നുമില്ല. വരുന്ന സമയത്ത് ചോറിന് ഇപ്പൊ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ വന്ന ടൈമിൽ കുറച്ച് ചോറിനാനോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനായിട്ട് കുറച്ച് 1-2 ബോട്ടിൽ അച്ചാറ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മൾ ബിരിയാണി വെക്കും. അപ്പൊ ബിരിയാണിയുടെ സാധനങ്ങള് അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറ് വെക്കാനുള്ളത് അങ്ങനെ കുറെ സ്പൈസസ് ഒക്കെ ഇല്ലേ, അതിനൊന്നും വലിയ വെയിറ്റ് വരുന്നില്ല. അതായത് ജീരകം, കല്ലുപ്പ്, അങ്ങനല്ല, ജീരകം, ബിരിയാണി സ്പൈസസ് അങ്ങനെയുള്ള സാധനങ്ങള്, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, മറ്റേ പട്ട, പിന്നെ മറ്റേ എന്തോ ലീഫ് ഉണ്ടല്ലോ അതിന്റെ കൂട്ടത്തിൽ, അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടിരുന്ന നല്ലതായിരിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും നല്ല രീതിയിൽ പാചകം ചെയ്യും. എന്നും ബിരിയാണി വെക്കുന്നല്ല പറയുന്നത്, നമ്മളെല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ ഒരു ബിരിയാണി കഴിക്കണം തോന്നിയാ നെയ്ച്ചോറോ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കണം. നെയ്യാണെങ്കിലും ഇവിടെ ഇത്രയും വലിയ ഒരു ടിന്ന് കിട്ടും. യൂസ് ചെയ്യുന്നതല്ലല്ലോ, ഒരു ബിരിയാണി വെക്കുമ്പോഴല്ലേ നെയ്യ് എടുക്കുന്നത്. അതെ, ഇപ്പൊ 8 യൂറോ ഞാൻ എന്റെ പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ 8 യൂറോ മുടക്കി ഞാനൊരു നെയ്യുടെ പാത്രം മേടിച്ചായിരുന്നു. അത് ഈയിടയ്ക്കാ തീർന്നത്. ഓൾമോസ്റ്റ് 1 കൊല്ലം എനിക്ക് 8 യൂറോ കൊണ്ട് പറ്റി. അപ്പം നിങ്ങൾക്ക് നെയ്യ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇവിടെ കിട്ടും, ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പം പലരുടെ യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് ബട്ടറിൽ നിന്ന് നെയ്യ് ആക്കുന്നത്, നിങ്ങൾക്ക് അതും പരീക്ഷിക്കാം ഇവിടെ വന്നിട്ട്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം, നിങ്ങൾ ഒന്നിനെയും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 90% സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടാത്തതിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുക്കറാണ്. എന്നാലും ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. ഈ ബ്ലാങ്കറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പം വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വന്ന് മേടിച്ചാൽ മതി. കാരണം ഇവിടെ ഇത്രയും തണുപ്പ് രാജ്യത്ത് കിട്ടുന്ന സാധനം ക്വാളിറ്റിയിൽ നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് അതൊക്കെ എന്താ ഒരു പ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്താലും അത് കുറെ നാളത്തേക്ക് നിൽക്കുന്ന, അപ്പൊ അത് നമ്മൾ ഇത്തിരി പൈസ കൂടിയാലും അത് വർത്താ നിങ്ങൾക്ക്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ്. അതായത് നിങ്ങളുടെ ഇതുവരെയുള്ള സ്റ്റഡി ഡോക്യുമെന്റ്സും എല്ലാ സാധനങ്ങളും വിസയും സംഭവങ്ങളും മൊത്തം നിങ്ങൾ കൊണ്ടുവരുമ്പം ഇതിന്റെ എല്ലാം കോപ്പി എടുക്കണം. പക്ഷെ കോപ്പി എടുക്കുമ്പം എത്ര എണ്ണം എടുക്കണം? ഒരു 5-6 അതേ കൂടുതൽ വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ സംഭവങ്ങൾ നമുക്ക് ആദ്യം നമ്മൾ വന്ന സമയത്ത് എയർപോർട്ടിൽ ഇമിഗ്രേഷന്റെ സമയത്ത് അവര് ചോദിച്ചു എന്തൊക്കെയാ നമ്മളുടെ ഇവിടുത്തെ റെന്റ് എഗ്രിമെന്റും പിന്നെ നമ്മളുടെ പാസ്പോർട്ടും ഓഫർ ലെറ്റർ ഇതൊക്കെ ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളൊന്നും ഇതുവരേക്കും ആരും ചോദിച്ചിട്ടില്ല. ഇമിഗ്രേഷന്റെ അവിടെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു വിസ ഉണ്ടോ, നിങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതിനപ്പുറത്ത് നമ്മുടെ കോളേജിന്റെ ഓഫർ ലെറ്ററിലും എൻറോൾമെന്റ് ലെറ്ററിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതെ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യനും ചോദിക്കും, അതിന് ആൻസർ ചെയ്ത ഇമിഗ്രേഷൻ കഴിഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ഒരു സെപ്പറേറ്റ് കവർ, അതായത് നിങ്ങളുടെ ഒരു ഫയലില് കയ്യില്, അതായത് കയ്യിലെടുക്കുന്ന ബാഗില് ഒരു ഫയലില്
ഈ ഓഫർ ലെറ്ററിൻ്റെ ഒരു കോപ്പി, എൻറോൾമെൻറ്റ് ലെറ്ററിൻ്റെ ഒരു കോപ്പി, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ ശരിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫും കൂടെ വെച്ചോ. കാരണം ഇമിഗ്രേഷൻ ചോദിക്കാം. ലേഓവർ ഉണ്ടെങ്കിൽ ലേഓവറുള്ള സ്ഥലത്തും ചോദിക്കും, ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ടും ചോദിക്കും. അതെ, പക്ഷെ ഇത് ഒരുപാട് കോപ്പി എടുത്തിട്ട് വരണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഇതുപോലെ പല യൂട്യൂബേഴ്സിന്റെയും വീഡിയോ കണ്ടിട്ട് കെട്ട് കണക്കിന് കോപ്പി എടുത്തു. അത് തന്നെ എത്ര വെയിറ്റ് ആയി. അതുപോലെ തന്നെ ചിലര് പറയും ബോണ്ട് പേപ്പറിന്റെ ഒരു ഫുള്ള് ബണ്ടിൽ എടുത്തിട്ട് വരാൻ. നിസ്സാരം പൈസക്ക്, ചെറിയ പൈസക്ക് ഇവിടെ ബ്യൂൾവർത്തിന്ന് നമുക്ക് ആ സാധനം കിട്ടും. പിന്നെ ഇപ്പം എല്ലാരും പറയും കോപ്പി എടുക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ പേപ്പറും കൊണ്ട് പോകണമെന്ന് പറയും. ശരിയാണ്, യൂണിവേഴ്സിറ്റികളിൽ നമ്മൾക്ക് പേപ്പറും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. പക്ഷെ നമുക്ക് ഈ പേപ്പർ ഇവിടുന്ന് കിട്ടും. നമ്മൾ നാട്ടിൽ നിന്ന് ഈ പേപ്പറും ബുക്കും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നീ ഒന്ന് ആലോചിച്ച ശിവ, ആ ക്ലാസ്മേറ്റ്സിന്റെ ഒക്കെ 5 സബ്ജക്ട് എഴുതുന്ന ആ വലിയ ബുക്കില്ലേ, അതിന് എന്നാ കിലോ ഉണ്ട്. അതിന്റെ ഒരു 2 ബുക്ക് മേടിച്ച 1 കിലോ മാറി. അതുമല്ല ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഡേയിൽ നമുക്ക് യൂണിവേഴ്സിറ്റിന്ന് ബുക്ക് വരും. ആ ബുക്ക് തന്നെ ഞാൻ എഴുതി തീർത്തിട്ടില്ല. പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ പേനയും ബുക്കും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ബുക്കും ഒരു 1-2 പേനയും ഒരു പെൻസിലും അങ്ങനെ എടുത്തിട്ട് വരിക. കാരണം ഇവിടെ ഈ കിഡ്സ് സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടും. എന്തിനേറെ പറഞ്ഞു, സ്റ്റാപ്ലർ, പിന്നെ മറ്റേ ഹോൾഡ് ഇടുന്നത്, പശകള്. ഈ സ്റ്റേഷനറിക്ക് വേണ്ടി നിങ്ങൾ പൈസ മുടക്കണ്ട അവിടെ, കാരണം ഇവിടെ കിട്ടും. പിന്നെ അവിടെ ഞാൻ പറയാം, ശരിയാണ്, ഇപ്പൊ ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 20 രൂപയാണെങ്കിൽ ഇവിടെ €1 അല്ലെങ്കിൽ €1.50 ഒരു 10 പേനയുടെ ഒരു കിറ്റൊക്കെ കിട്ടത്തില്ലേ? അതൊക്കെ കിട്ടും, സീനൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട്സ് എടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ റാത്ത് ഹൗസിൽ പോവുക. അപ്പം ഇവിടെ ഓരോ ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ പോകുമ്പം അവരുടെ കയ്യിൽ നമ്മൾ ഒറിജിനൽ കൊടുക്കുമ്പോൾ അവർ അവിടുന്ന് തന്നെ നമുക്ക് പ്രിന്റ് ഔട്ട്സ് എടുത്ത് തരും. അവര് പ്രിന്റ് ഔട്ട്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ തിരിച്ചു തരും. അപ്പം നമ്മൾ അവർക്കൊരു കോപ്പി കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ റാത്ത് ഹൗസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തു സിറ്റി രജിസ്ട്രേഷൻ പോകുമ്പോൾ അവർ അതിന്റെ കോപ്പി അവരെടുത്ത് അവരുടെ സൈഡിൽ വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ തരിക. അവിടെ നമ്മളൊരു കോപ്പി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പം കോപ്പീസ് അധികം ചുമന്നുകൊണ്ട് വരണ്ടെന്നാ ഞാൻ പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാന്ന് വെച്ചാൽ, നമുക്കൊരു നിങ്ങളുടെ എന്താന്ന് വെച്ചാലും നിങ്ങള് കുറച്ച് മതി. അതെ, ഒരു 10-20 കെട്ട് കണക്കിനൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 4-5 വെച്ചിട്ടൊക്കെ കൊണ്ടുവന്നാൽ മതി, വെയിറ്റ് അനുസരിച്ച്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഒരു 20 എണ്ണം കൊണ്ടുവന്നെന്ന് വിചാരിക്കുക, അതില് 2-3 എണ്ണം നിങ്ങൾ ഉപയോഗിച്ചാലായി. കാരണം അത് നമ്മളുടെ RP കാർഡിന് വേണ്ടി നമ്മൾ 2-1 കൊടുത്തത്, 2 തോന്നുന്നു കൊടുത്തത്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ജർമ്മനി വന്നിട്ട് എന്റെ ഒരു 10-25 ഫോട്ടോ ഇരിപ്പുണ്ട്. അതിൽ 2 ഫോട്ടോ ആണ് ഇപ്പൊ ഉപയോഗിക്കാനായിട്ട് ഞാൻ കൊടുത്തത്. അപ്പൊ അതിന്റെയൊക്കെ അത്ര അത്യാവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇവിടെ DM എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട്. അല്ലാതെ ഈ റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് സെൽഫായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആ ഒരു മെഷീനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് സെൽഫായിട്ട് തന്നെ ഇവിടെ DM-ലൊക്കെ പോയിട്ട് എടുക്കാം. വലിയ ചാർജ് ഒന്നും വരുന്നൊന്നുമില്ല. 10 സെന്റോ 25 സെന്റോ അത്രയൊക്കെ വരുന്നുള്ളൂ. കോളേജിൽ നമ്മൾ പേപ്പർ കൊടുക്കാതെ ചെന്നാലും ഈ DM-ലെ ഏകദേശം റേറ്റിൽ നമുക്ക് സാധനം കിട്ടും. നിങ്ങൾക്ക് വേണ്ട വാലിഡ് ഡോക്യുമെന്റ്സ് ഒക്കെ ഒറിജിനൽ കൊണ്ടുവരാൻ നോക്കുക. നിങ്ങളുടെ സ്റ്റഡീസിന്റെ ഡോക്യുമെന്റ്സ്, അതുപോലെ നിങ്ങളുടെ ID പ്രൂഫ്, ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെ ഒറിജിനൽ. എനിക്കറിയോ, ഞാൻ എന്റെ റെസ്യൂമേ വരെ 3-4 കോപ്പി എടുത്തിട്ടാ വന്നേ. ആവശ്യമില്ല, ഇവിടെ എന്തായാലും റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ അധികം ഫിസിക്കൽ കോപ്പി ക്യാരി ചെയ്യുന്നത് കണ്ടിട്ടില്ല, എല്ലാരും സോഫ്റ്റ് കോപ്പി ആണ്. അതെ, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഏരിയയിൽ നമുക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ കുറച്ച് കയ്യില് പൈസ എടുത്തിട്ട് വരിക. അതെ, കയ്യില് പൈസ കുറച്ച് എടുക്കുക. ഒരു 400 450 യൂറോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കാരണം ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒക്കെ കിട്ടി വരാനായിട്ട് എന്ത് പോയാലും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മാക്സിമം എടുക്കും, അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ ഡേറ്റ് കിട്ടണം. അത് ചെയ്ത് സിറ്റി രജിസ്ട്രേഷൻ ആണ് ആദ്യം. അതിന് ഡേറ്റ് ഒന്നും വേണ്ടല്ലോ, നമുക്ക് നേരെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. സിറ്റി രജിസ്ട്രേഷൻ പല സിറ്റിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളുടെ ഈ ലാൻഡ്സുട്ടിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നേരെ ചെല്ലുക, നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ കിട്ടും. സിറ്റി രജിസ്ട്രേഷന്റെ പേപ്പറുമായിട്ട് നമ്മള്
ബാങ്ക് അക്കൗണ്ട് റെഡിയാക്കാൻ വേണ്ടി സിറ്റി രജിസ്ട്രേഷന്റെ പേപ്പറും പിന്നെ നമ്മളുടെ എഗ്രിമെന്റും അതെല്ലാമായിട്ട് ഇതൊക്കെ വേണ്ടി വരും. അതെ, ഇതെല്ലാമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഒന്നിനായിട്ട് ലിങ്ക് ആദ്യം സിറ്റി രജിസ്ട്രേഷനിൽ എല്ലാം തുടങ്ങുന്നത്. അപ്പം ബാങ്ക് അക്കൗണ്ട് റെഡി ആകാനായിട്ട് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സ്പാർക്കാസ എന്ന് പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന സ്പാർക്കാസ എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കാ. അപ്പം സ്പാർക്കാസയില് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 3 ആഴ്ച ടൈം എടുക്കും. അപ്പം ഈ 3 ആഴ്ച സമയം എടുക്കുമ്പം എന്താ പറയാ, അത്ര നാള് നമ്മൾക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ള. നിങ്ങള് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ റൂമിന്റെ ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ അതിനുള്ള പൈസയും കൂടെ കയ്യിൽ കൊണ്ടുവരാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം മേടിക്കേണ്ട പൈസ വന്ന ടൈമിൽ സർവൈവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി ആവശ്യങ്ങൾ കാണാനുള്ള പൈസ കയ്യിൽ കൊണ്ടുവരാ. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമുക്ക് എന്താണ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുറച്ച് പൈസ കയ്യിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ട്രാവൽ കാർഡുകൾ ഉണ്ടല്ലോ, യൂണിമണി അല്ലെങ്കിൽ തോമസ് കുക്കിന്റെ കാർഡിൽ അതിൽ പൈസ ഇട്ടുകൊണ്ട് വന്നാലും നല്ല കാര്യം തന്നെ. ആ കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി കയ്യിൽ ഫിസിക്കൽ മണി കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കാർഡിൽ പൈസ ഇട്ട് കൊണ്ടുവരുന്നത് നല്ല കാര്യമായിരിക്കും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാവൽ കാർഡ് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് തോമസ് കുക്ക് ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് യൂണിമണിന്റെ. ഞാനൊരു 400 യൂറോ കയ്യിലെടുത്തിട്ട് വരുവായിരുന്നു. ഞാൻ കുറച്ച് പൈസ കാർഡിലാക്കിയായിരുന്നു. അത് എനിക്ക് ഒരു ഉപകാരമുള്ള പോലെ തോന്നി. എന്റെ ഒരു അഭിപ്രായത്തില് പൈസ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഒരു 100-500 യൂറോയിൽ കൂടുതൽ കാശായിട്ട് വരേണ്ട കാര്യമില്ല. അതിനുള്ളിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ആകും. പിന്നെ ഇപ്പം അടുത്തതായിട്ട് പറയാൻ പോവുകയാണെങ്കിൽ മെഡിസിൻസിൽ നമുക്ക് അത്യാവശ്യം നിങ്ങൾ റെഗുലറായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂട്ടത്തിൽ അത് കൊണ്ടുവരാൻ നോക്കുക. അല്ലാതെ ഇപ്പം പനിക്കുള്ളതും ചുമയ്ക്കുള്ളതും തുമ്മലിനുള്ളതും അങ്ങനെ നിങ്ങൾ മരുന്ന് തലവേദനയ്ക്കുള്ളത്, വയറുവേദനയ്ക്കുള്ളത്, വയറിളക്കത്തിനുള്ളത് അങ്ങനെ നിങ്ങൾ മരുന്ന് നോക്കുമ്പോൾ ഒരുപാട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു മയത്തില് അല്ലേ കെട്ടുകണക്കിന് കൊണ്ടുവരണ്ട. ഇവിടെ ഇപ്പം ഈയിടെ നമ്മളുടെ അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിള്ളേർക്ക് വേണ്ടിയുള്ള മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കൊണ്ടുവന്നിട്ട് അത് അവിടെ ഉപയോഗം ഇല്ലാതിരുന്ന് അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് പോകുന്ന അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു അത്യാവശ്യത്തിന് വേണ്ടിയുള്ളത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തലവേദനയ്ക്കുള്ള എന്തെങ്കിലും ബാമോ പിന്നെ മേലുവേദനയ്ക്കുള്ള മൂവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു അത്ര സാധനങ്ങൾ മതി. മെഡിസിൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഇപ്പോൾ പനിക്കുള്ളത്, ജലദോഷത്തിനുള്ളത്, ചുമേൻ്റെ മരുന്ന്, തലവേദനയുടെ മരുന്ന്, വയറിളക്കം, അങ്ങനെ വയറുവേദന അങ്ങനെയൊക്കെ ഉള്ളതും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉള്ളത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവരാം. അതെ. പിന്നെ വാഷിംഗ് ഡിറ്റർജന്റ് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ജെല്ല്, ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്നത് അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതെ. പിന്നെ അതൊക്കെ ഓവർ വെയിറ്റ് ആണ്, ചുമ്മാ ആവശ്യമില്ലാതെ കയറ്റുന്നത്. പിന്നെ ഇത് നമ്മുടെ ഈ തറ തുടയ്ക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മോപ്പുകള് അല്ലെങ്കിൽ ബക്കറ്റ് ഇതൊന്നും അടിച്ചു കയറ്റണ്ട. ചെറിയ ബക്കറ്റ് ആണെങ്കിലും പെട്ടിക്കാത്തിരിക്കുമെന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ആവശ്യമില്ല. വേണമെങ്കിൽ 2 കപ്പ് എടുത്തോ, മഗ്. അതായത് ഇവിടെ മഗ് ഇപ്പൊ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് 2 മഗ് എടുക്കുന്നത് നന്നായിരിക്കും. ബാക്കി ബക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് അത്ര വേണമെങ്കിൽ വൂൾവർത്തിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ 1 യൂറോ ഷോപ്പ് അവിടെ ഇവിടെ ഒക്കെ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. പിന്നെ ഇപ്പൊ തുണി കഴുകാൻ വേണ്ടിയുള്ള ഡിറ്റർജന്റ് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്തായാലും കഴുകാൻ പോകുന്നില്ല. പിന്നെ വാങ്ങിച്ചാൽ തന്നെ അതിനും വലിയ എമൗണ്ട് ഒന്നും ഇവിടെ ആവുന്നില്ല. 1 യൂറോ. പിന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇപ്പൊ 1 യൂറോ = 92 റുപ്പീസ് എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. കൺവേർട്ട് ചെയ്ത് നോക്കേണ്ട കാര്യം 1 യൂറോ ആയിട്ട് കണ്ടിട്ട് ആ 1 യൂറോയ്ക്ക് കിട്ടുന്ന സാധനം മേടിക്കുക എന്ന് ഓർക്കുക. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ആദ്യമൊക്കെ റവയിലൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് വേണ്ട സാധനം ഞാൻ നോക്കുന്നത്. ഞാൻ അതിന്റെ പ്രൈസ് ടാഗ് നോക്കും. പ്രൈസ് ടാഗ് നോക്കിയിട്ട് ഏറ്റവും 50 സെന്റ് എന്നാ ഇത് എടുത്തേക്കാം എന്നാ നോക്കുന്നത്. ഈ 50 സെന്റിന്റെ സാധനം എനിക്ക് യൂസ് ആണോ അല്ലെങ്കിൽ എനിക്കത് വേണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. അതേസമയം യൂസ് ആയിട്ടുള്ള ഒരു സാധനത്തിന് 2 യൂറോ ആണെങ്കിൽ അത് എടുക്കുക, യൂസ് ചെയ്യുക.
എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ അയൺ ബോക്സ് ഞാൻ പറയട്ടെ, അയൺ ബോക്സ് ഷർട്ടിന് മാത്രമല്ല ഉപയോഗം വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഡ്രയറിനകത്ത് ഇപ്പൊ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ നമുക്ക് ഡ്രയർ നമുക്ക് ഫ്രീയാ, ഡ്രയർ ഫ്രീയാ, വാഷിംഗ് മെഷീനും ഫ്രീ ആണ്. സ്റ്റുഡന്റ് ഹോമിൽ ഇത് രണ്ടും ഫ്രീ ആണെങ്കിലും ഫ്രീ അല്ലെങ്കിലും ഈ ഡ്രയറിൽ നിന്ന് വരുന്ന സാധനം ചുരുങ്ങി ഒരു സംഭവമായിരിക്കും വരുന്നത്, ചുളുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് അയൺ ചെയ്ത് ചുളുക്ക് മാറ്റണമെങ്കിൽ ഒരു അയൺ ബോക്സ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതെ അതെ അതെ. നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഷാമ്പൂ, കണ്ടീഷണർ, അങ്ങനെ അധികം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മറ്റേ ന്യൂട്രിഡം ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ന്യൂട്രിഡം തീർന്നു പോയി കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ നിന്ന് പല സാധനം ഞാൻ ട്രൈ ചെയ്തു, എല്ലാം ഒരുമാതിരി. പിന്നെ എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫുൾ ഇങ്ങനെ എന്താ പറയുക, വെളുത്ത് വന്നു. എന്നിട്ട് അവസാനം എനിക്ക് ഒരു സംഭവം, ഞാൻ വാസലിൻ്റെ ഒരു സാധനം കണ്ടുപിടിക്കുമായിരുന്നു. അപ്പം നിങ്ങളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പലതും യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് നമുക്ക് എപ്പോഴും നാട്ടിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഇവിടെ കിട്ടാത്തൊരു ബ്രാൻഡാണ് നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അത് വരുത്തിക്കാനോ അല്ലെങ്കിൽ പോയി എടുക്കാനോ പറ്റില്ലല്ലോ. ഇവിടെ വന്നിട്ട് പലതും ട്രൈ ചെയ്ത് നോക്കുക, അതിലേതാണോ നിങ്ങൾക്ക് കൂടുതൽ ഓക്കെ ആയിട്ട് തോന്നുന്ന സാധനം നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ ഷാംപൂ, ഷവർ ജെല്ല്, ഇതെല്ലാം ഇവിടെ ഭയങ്കര പൈസ കുറവാ, വലിയ പൈസയൊന്നും ഇല്ല. എല്ലാം ഇവിടെ വന്ന് വാങ്ങേണ്ട ആവശ്യം നമുക്കുള്ളൂ. വരുമ്പോ ഉള്ള ഒരു പേസ്റ്റ് ബ്രഷ് വരുമ്പോ യൂസ് ചെയ്യാനുള്ള കുറച്ച് പേസ്റ്റ് ബ്രഷ് അങ്ങനെ കൊണ്ട് ബാക്കി ആ ഒരു നിങ്ങൾ വന്ന് ഇവിടെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പോയി ബാക്കി സാധനങ്ങൾ വാങ്ങാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കടയൊക്കെ 1-2 കടയൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കടകളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ലിഡിൽ, റവേ, DM, പിന്നെ ആക്ഷന്, വൂൾവർത്ത്, ഈ ഒരു 5 കട, പിന്നെ നമ്മുടെ €1 ഷോപ്പ്, ടെഡിയെ, കിക്ക്, ഈ സാധനങ്ങൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും, കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇനിയിപ്പോ നമ്മൾ ഈ കുറെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയല്ലേ ഓപ്ഷൻ ഉള്ളൂ വാങ്ങാനായിട്ട്, അത് കുറച്ച് നേരത്തെ വാങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ റൂമിൽ ഇടാനായിട്ട് ഒരു സ്ലിപ്പർ, ഇനി വാഷ്റൂമിൽ വേറെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനും വേണമെങ്കിൽ ഒരെണ്ണം എടുത്തോ. ആ ഒരു സ്ലിപ്പർ എടുക്കുന്ന നല്ലതായിരിക്കും, കാരണം ഫ്ലോർ ഒക്കെ കുറച്ച് തണുപ്പായിരിക്കും. അപ്പം ഒരു സ്ലിപ്പർ റൂമിലിട്ട് ഇപ്പം നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ ഹീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും ഫ്ലോറിൽ തണുപ്പുണ്ടായിരിക്കും. പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് വിന്ററിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത് വിന്ററിന് ഫോക്കസ് ചെയ്ത് വാ നിങ്ങൾ, കാരണം സമ്മറിലെ ഐറ്റംസ് മേടിക്കാൻ നമുക്ക് ഇനിയും ടൈമുണ്ട്. കാരണം വിന്റർ ഇവിടെ ഒരു ഫെബ്രുവരി മാർച്ച് വരെ പോകും. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മളുടെ കഴിഞ്ഞ സെമസ്റ്ററിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ നമ്മളുടെ ആ ഒരു 2 ആഴ്ച 3 ആഴ്ച വരെ 5 ഡിഗ്രി 6 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെ ആയിരുന്നു ആ ഒരു ടൈമില്. അപ്പം വിന്ററിനെ ഫോക്കസ് ചെയ്ത് വിന്ററിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇപ്പൊ ഞാൻ വിട്ടുപോയതാണെങ്കിൽ ഒരു ഹുഡി, 1-2 ഹുഡി, ടർട്ടിൽ നെക്ക്, അങ്ങനെ ഒരു വിന്ററിന്റെ ഒരു പീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ ഒരു ഹുഡിയിലേക്ക് മാറാം. അപ്പൊ അങ്ങനെ ഒരു ഹുഡി 1-2 കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ജാക്കറ്റിൽ നിന്ന് ഹുഡിയിലേക്ക് മാറാം, എന്നിട്ട് ഹുഡിയിൽ നിന്ന് മെല്ലെ നമ്മള് സമ്മറിലേക്ക് മാറും. പിന്നെ സമ്മർ ഇവിടെ അധികം നാളൊന്നുമില്ല, കൂടിപ്പോയ ഒരു 3-3.5 മാസം. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ജാക്കറ്റ് ജീവിതം തന്നെയാണ്, ജാക്കറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. ഇനി ഗേൾസ് നമുക്ക് ഇവിടെ വരുമ്പം ആ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാനിറ്ററി പാഡ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി. ഇനി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയവരോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് മെൻസ്ട്രൽ കപ്പ് കൊണ്ടുവരിക. പിന്നെ പാഡ്സ് നിങ്ങൾ അധികം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. വരുന്ന ടൈമിൽ ആ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ കൊണ്ടുവന്നാൽ മതി. ബാക്കി നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതേ ഉള്ളൂ. അതിപ്പം നമുക്ക് എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പിലും അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റോറിലൊക്കെ കിട്ടുന്ന സാധനമാണിത്. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് സ്മോൾ, ലാർജ്, മീഡിയം എല്ലാ തരത്തിലുള്ള അവൈലബിലിറ്റി ഇവിടെ ഉണ്ട്. ഇപ്പം വിങ്സ് ഉള്ളതോ അല്ലെങ്കിൽ വിങ്സ് ഇല്ലാത്തതോ അങ്ങനെ നമ്മുടേതായ രീതിയിൽ തന്നെ ഇവിടെ എല്ലാം കിട്ടും. വലിയ പൈസ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊക്കെ ഇപ്പോൾ ഓൾവേസിൻ്റെ ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് നമ്മുടെ നാട്ടിലൊരു സ്റ്റേ ഫ്രീൻ്റെ പോലെയൊക്കെ തന്നെയാണ് തോന്നിയത്.
വലിയ കുഴപ്പമൊന്നുമില്ല, കംഫർട്ട് ഉണ്ട് നല്ല. അപ്പം അതിനനുസരിച്ചിട്ട് ഇപ്പം നൈറ്റ് യൂസിന് അല്ലെങ്കിൽ ഡേ യൂസിന് അങ്ങനെ അങ്ങനെ പല പല വെറൈറ്റിയിൽ തന്നെ അത് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ അധികം കൊണ്ടുവരണം എന്ന് ഞാൻ പറയില്ല. ആവശ്യത്തിന് എല്ലാ സാധനവും നിങ്ങളുടെ സർവൈവലിന് മാത്രം കൊണ്ടുവരിക. നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും ഇപ്പൊ ഡ്രസ് ഐറ്റംസ് ആണട്ടെ, സർവൈവൽ അതെ അതെ, ഡ്രസ് ഐറ്റം ആവട്ടെ, പാത്രങ്ങളാവട്ടെ, പാത്രങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഈ കൊണ്ടുവരുന്നത് പോരാ എങ്കിൽ നമുക്ക് ഞാനൊക്കെ മേടിച്ച ആ വലിയ പാനൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് വൂൾവർത്തിന്ന് നമുക്ക് ടെമു ഇവിടെ നല്ല രീതിയിലുണ്ട്. അപ്പൊ ടെമുന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാം, ആമസോണിൽ നിന്ന് മേടിക്കാം. ഒന്നും കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ എന്താ പറയാ, ഇതൊരു വലിയ ഡീലൊന്നും അല്ല. കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ബാംഗ്ലൂരിൽ നിങ്ങൾ പഠിക്കാനായിട്ടോ ജോലിക്കായിട്ടോ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സാധനം എടുക്കുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എടുക്കാൻ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഈ ജാക്കറ്റ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉള്ളൂ, തെർമൽസ് ഒക്കെ ഉള്ളൂ. നിങ്ങൾ പോകുന്ന അതെ പോകുന്ന ടൈമിലുള്ള ക്ലൈമറ്റ് നോക്കി വരും. ഇപ്പൊ സമ്മറിൽ വരുന്ന ആള് ജാക്കറ്റ്സുകളെ കുറിച്ച് നോക്കുക വേണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് എടുക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്റെ പൊന്നു ശിവ, നിനക്കറിയാവോ ഞാൻ എന്റെ വീട്ടില് ഈ പോരുന്നതിന്റെ സമയത്ത് എന്റെ പൊന്നെ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിട്ട്, എടി ഒരു ചീനിച്ചട്ടി, ഒരു ഞാൻ ആരും കൊണ്ടുവരരുത്, എടി ഒരു കലം, ചായ തിളപ്പിക്കാൻ വേണ്ടിയുള്ള കലമൊക്കെ അമ്മ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കാം. മോൻ വന്നിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മ അത് അമ്മ ഉപയോഗിച്ചു. വലിയൊരു ചീനിച്ചട്ടി. ഇതൊന്നും ഇൻഡക്ഷൻ ബേസ്ഡ് അല്ല. ഞാൻ കൊണ്ടുവന്ന കുക്കർ ഇൻഡക്ഷൻ ബേസ്ഡ് അല്ല. പക്ഷെ എന്തോ ഇതില് അതിവിടെ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻഡക്ഷൻ ബേസ്ഡ് തന്നെ കൊണ്ടുവരിക. നിങ്ങൾ ചിപ്സ് ഉപ്പേരി മറ്റേ മറിച്ചതൊക്കെ കൊണ്ടുവരുമ്പോ അതും മയത്തെ കൊണ്ടുവരിക. അതിന്റെ ആവശ്യം ഞാൻ പറയട്ടെ, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഇവിടോട്ട് വരുന്ന സമയത്ത് നമ്മൾ കിലോ കണക്കിന് അച്ചപ്പം, കുഴലപ്പം, മറ്റേ ചിപ്സ്, ചക്ക വറുത്തത്, കപ്പ വറുത്തത്, ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരും. കിലോ കണക്കിന് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുക. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടെ തിന്ന് ഒരാഴ്ച കാണും. അത് സംഭവം ഫിനിഷാണ്. ഞാൻ ചോദിക്കുക, ഇത് എത്ര ആൾക്കാര് വീട്ടിൽ എല്ലാ ദിവസവും തിന്നുന്നുണ്ട്? നമ്മളാരും തിന്നാറില്ല. ഞാൻ തിന്നിട്ടില്ല. നീ തിന്നാറുണ്ടോ? ഓണം വരുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു മിച്ചറൊക്കെ ഇടയ്ക്ക് ഒരു ചായയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന അല്ലാതെ നമ്മളിതൊന്നും എപ്പോഴും കഴിക്കാറുള്ള സാധനമല്ല. അപ്പം ഇതൊക്കെ കൊണ്ടുവരുമ്പോ ഇതിന്റെ ഒന്നും ക്വാണ്ടിറ്റി കുറച്ചിട്ട് കൊണ്ടുവരിക. വല്ലപ്പോഴും ഒരു കൊതി തോന്നുമ്പം മേടിക്കാനാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, പോയി മേടിക്കാം. അതെ. അപ്പം ഇത് ഒരുപാട് ഇതൊന്നും വാരി വലിച്ചിട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഈ സിറ്റുവേഷനിലൂടെ വന്നതാ, നമ്മളും പലരുടെയും വീഡിയോസ് അതുകൊണ്ട് ഇത് മസ്റ്റാണ്, അത് മസ്റ്റാണ്, ഇത് മേടിക്കാതിരിക്കരുത്, അത് മേടിക്കാതിരിക്കരുത്, ഇത് അല്ല ഇതില്ലാതെ സമയത്ത് കുറെ പൈസയും കളഞ്ഞ്. അതെ, ഇതില്ലാതെ ജർമ്മനിയിലോട്ട് വരരുത്. ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എങ്ങനെ ഇന്ത്യ ജീവിച്ചോ അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. പിന്നെ വേറൊരു രാജ്യമാണ്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്, ഇവിടുത്തെ ഷോപ്പുകളൊക്കെ വേറെ രീതികളാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് ഇവിടെ ലക്ഷറി ആയിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെയും ജീവിക്കാം, അല്ലെങ്കിൽ നോർമലായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. നമ്മുടെ ചോയ്സാ, നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മളാ ചോയ്സ് എടുക്കണം. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ട് പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ജീവിക്കാനുള്ളതും നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ മനുഷ്യർ തന്നെയാണുള്ളത്, നമ്മുടെ നാട്ടിലും മനുഷ്യർ തന്നെയാണുള്ളത്. പേടിക്കണ്ട. നിങ്ങൾ ജർമ്മനിയിൽ അതാണ്, ജർമ്മനിയിൽ ഇത് ചെയ്തത് കണ്ടോ, പിന്നെ ജർമ്മനിയിൽ അങ്ങനെയാണ്, ജർമ്മനിയിലെ എന്താണ് ഇതില്ലാതെ നിങ്ങൾ ജർമ്മനിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം, നിങ്ങളുടെ അത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ രാജ്യമാണിത്. ഒരു ബാംഗ്ലൂർ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ എടുക്കേണ്ടത്. അതെ. പിന്നെ പാസ്പോർട്ട്, വിസ, ജാക്കറ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്, ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ട്രാവലും ട്രക്കിങ്ങും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് മിസ്ലീഡ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ടോപ്പിക്കാ. ഈ ടോപ്പിക് ഇട്ടിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലേ, അങ്ങനെ ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ കാണും, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമന്റ് ചെയ്തോ എനിക്ക് മെസ്സേജ് ഇട്ടോ ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും
നിങ്ങൾക്ക് എന്ത് വേണോ അത് ഇവിടെ കിട്ടും. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ഇപ്പം ഞാനും ഇവളും ഒക്കെ ജർമ്മനി വന്നിട്ട് 1 വർഷം 1.5 വർഷം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ നമുക്ക് മിസ്റ്റേക്ക് വന്നതും നമ്മൾ കൊണ്ടുവരാതിരുന്നതും അങ്ങനെയുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് ജർമ്മനിയുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഷോപ്പുകളെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നത് എവിടെ കിട്ടും എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനതിന് വേണമെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാം. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനി ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.